എന്തായിരുന്നു അങ്ങനെ എതിർക്കാൻ കാരണം? സിനിമാക്കാരൻ എന്നുള്ളതാണോ? പ്രധാനമായിട്ട് അത് തന്നെ. പിന്നെ ആ നേരത്ത് രാഗിണിക്ക് വേറൊരു വലിയ ആലോചന വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളാരാ? ഞാൻ രാഗിണിയുടെ ഒരു വകയിൽ അമ്മായിയായിട്ട് വരും. എന്താ പേര്? ലീലാമ്മ. ലീലാമ്മ ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്? അതെ. എത്ര കാലമായിട്ട്? കഴിഞ്ഞ ഒരു 5-6 കൊല്ലമായിട്ട്. അദ്ദേഹത്തിന് എപ്പോഴും ജോലിയും തിരക്കൊക്കെ ആയതുകൊണ്ട് രാഗിണിക്കൊരു സഹായമായല്ലോ എന്നുകൊണ്ട് എന്നെ ഇവിടെ വിളിച്ചു നിർത്തിയിരിക്കുക. ഇക്കഴിഞ്ഞ 5-6 കൊല്ലമായിട്ട്? അതെ. അങ്ങനെയാണെങ്കിലേ ലീലാമ്മയോട് ഞാൻ പിന്നെ സംസാരിക്കാം. ഞാനിപ്പോ ഇവരോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും ലീലാമ്മ മറുപടി പറയണമെന്നില്ല, മനസ്സിലായോ? തൽക്കാലം ഇവിടെ ഇരിക്കൂ. ഈ സ്റ്റേജിൽ കഴിയുന്നതും സത്യം തന്നെ പറയുന്നത് നമുക്ക് രണ്ടു കൂട്ടർക്കും ഒരുപോലെ ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് ഓർത്തുകൊണ്ട് വേണം മറുപടി പറയാൻ. അത് ഞാൻ പറയാതെ അറിയാമല്ലോ. നിങ്ങളുടെ മാരീഡ് ലൈഫ് എങ്ങനെയായിരുന്നു? ഐ മീൻ മാരീഡ് ലൈഫും പോലെ തന്നെ എന്ന് പറയുമ്പോ ഒരു പ്രോബ്ലംസും ഇല്ലാത്തൊരു കുടുംബജീവിതമായിരുന്നു എന്നാണോ? ഏത് ഫാമിലി ലൈഫിലാ പ്രോബ്ലംസ് ഇല്ലാത്തത്? അത്രയ്ക്ക് തന്നെ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അങ്ങനെയല്ലല്ലോ കേൾക്കുന്നത്. ഹരികൃഷ്ണന് പല സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നെന്നും അദ്ദേഹത്തിന് വരുന്ന സ്ത്രീ ശബ്ദത്തിലുള്ള ഒരു ഫോൺ കോൾ പോലും ഈ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നെന്നും ഒക്കെ കേൾക്കുന്നുണ്ടല്ലോ. അതൊക്കെ വെറുതെ കഥകളാണ്. നിങ്ങൾ സാധാരണ എപ്പോഴും തൂവാല ഉപയോഗിക്കാറുണ്ടോ? അല്ല, ഞാൻ ചോദിച്ചത് അതൊരു ഹാബിറ്റ് ആണോ? ഹാബിറ്റൊന്നും അല്ല. എങ്കിലും മിക്കപ്പോഴും പുറത്തു പോകുമ്പോ കയ്യിലൊരു കർച്ചീഫ് കാണും. എപ്പോഴും ഉണ്ടാവണമെന്നില്ല, ചിലപ്പോ എടുക്കും. ഈ കർച്ചീഫ് എന്ന് കാണട്ടെ. ജസ്റ്റ് അൺഫോൾഡ് ഇറ്റ്. സാധാരണ ഇതുമാതിരി കർച്ചീഫാണോ ഉപയോഗിക്കാറ്? എന്നല്ല. ഈ കർച്ചീഫ് നിങ്ങളുടെ അല്ലേ? ഇത് കണ്ടിട്ടേ ഇല്ല? ഇല്ല. ഇതുമാതിരി ഏതെങ്കിലും ഒരെണ്ണം ഇവിടെ വന്നിട്ടുള്ള ഏതെങ്കിലും സ്ത്രീകളുടെ കയ്യിൽ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? ഇല്ല. ഇതൊന്ന് കാലിടും. വിട്ടുനോക്കണം. നിങ്ങൾ എന്നിട്ട് നോക്കൂ. സോറി, മറ്റുള്ളവർ ഉപയോഗിക്കുന്ന ചപ്പൽസ് ഞാൻ ഉപയോഗിക്കാറില്ല. അതെനിക്ക് അലർജി ഉണ്ടാക്കും. ഇത് ഉപയോഗിക്കാനൊന്നും അല്ല, തൽക്കാലം മെഷർമെന്റ് നോക്കാനാണ്. കൊല നടന്ന സ്ഥലത്തിനടുത്ത് നിന്ന് കിട്ടിയാണ് ഈ ചപ്പൽ. അത് ഞങ്ങളെ കൊണ്ടിട്ട് നോക്കിക്കുന്നത്? കൊന്നിരിക്കുന്നത് ഒരു സ്ത്രീയാണെന്ന് തെളിഞ്ഞിട്ടുള്ള സ്ഥിതിക്ക് അദ്ദേഹവുമായി വേറെ സ്ത്രീകൾക്ക് ആർക്കും ബന്ധമില്ലാന്ന് നിങ്ങൾ തന്നെ പറയുകയും ചെയ്യുന്ന ചുറ്റുപാടിൽ നിങ്ങളുടെ അല്ലാതെ വേറെ ആരുടെ കാലിലാണ് ഞാൻ ഇതിട്ട് നോക്കേണ്ടത്? നിങ്ങളിങ്ങ് വരൂ. ഹരികൃഷ്ണൻ എപ്പോഴെങ്കിലും ഭാര്യയെ തല്ലുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അദ്ദേഹം അത്രക്കാരനായിരുന്നില്ല. വഴക്കും ബഹളവും ഞാനൊന്നും കേട്ടിട്ടില്ല. പിന്നെ എല്ലാ വീട്ടിലും ഉള്ളതുപോലെ ചിലപ്പോ ചില ചില്ലറ പിണക്കവും കരച്ചിലും ഒക്കെ ഉണ്ടായി കാണും. കുട്ടികളില്ലായിരുന്നത് ഒരു പ്രോബ്ലമായി കാണില്ലേ? സാധാരണ അങ്ങനെ വരുമ്പോ എന്തോ എന്റെ അറിവിൽ ഇവിടെ അതൊരു പ്രോബ്ലം ആയിരുന്നിട്ടില്ല. കുട്ടികൾ ഉണ്ടായിരുന്നത് ആരുടെ തകരാറുണ്ടാണെന്ന് നിങ്ങൾക്കറിയില്ലേ? ഞാനത് ചോദിച്ചിട്ടില്ല. എന്നാലും അദ്ദേഹത്തിന്റെ തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. രാഗിനിക്ക് പ്രോബ്ലംസ് ഒന്നും വരേണ്ട കാര്യമില്ല. ഞങ്ങളുടെ ഫാമിലിയിൽ വേറെ സ്ത്രീകൾക്കാർക്കും അങ്ങനെ ഒരു തകരാറില്ല. പുള്ളിയുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സ് ആരായിരുന്നു? അങ്ങനെ അടുത്ത കൂട്ടുകാരെന്ന് പറയാൻ അധികം ആരുമില്ല. ആരുമില്ലെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പുള്ളിയായി, പുള്ളിയുടെ ജോലിയായി എന്നൊരു മട്ടുകാരനായിരുന്നു. എന്നാലും ഒരാളെങ്കിലും ഉണ്ടാവാതിരിക്കോ? എല്ലാ കാര്യങ്ങളും അറിയുന്ന, കാലങ്ങളായി പരിചയമുള്ള അങ്ങനെ ഒരു ഫ്രണ്ട് എല്ലാവർക്കും കാണുമല്ലോ. അതാരായിരിക്കും? മേനോൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അയാളായിരുന്നു അടുത്ത സ്നേഹിതൻ എന്ന് പറയാവുന്ന ഒരാള്. അങ്ങനെ സിനിമല? അല്ല, അയാൾ ന്യൂ ഇന്ത്യ കെമിക്കൽസിന്റെ ഒരു ഓഫീസറാ. എവിടുന്ന് തുടങ്ങുന്നു എന്ന് ചോദിച്ചാൽ സ്കൂളിൽ മുതലറിയാം. കോളേജിൽ ഒപ്പമായിരുന്നു. ഹരി ലിറ്ററേച്ചർ എടുത്തു, ഞാൻ കെമിസ്ട്രി ആയിരുന്നു. പുള്ളിയുടെ അച്ഛനും അമ്മയൊക്കെ ഇപ്പോഴും ഉണ്ടോ? അമ്മ എന്റെ അമ്മയായിരുന്നു അവന്റെ അമ്മ. കുഞ്ഞിലേ തന്നെ ഹരിക്ക് അമ്മയില്ലാതായതാ. അച്ഛനിപ്പോഴും ഉണ്ട് നാട്ടില്, വയസ്സായി. വേറെ ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഒക്കെ ആരുമില്ല.
രാഗിണിയുമായിട്ടുള്ള വിവാഹം നടക്കുമ്പോഴൊക്കെ നിങ്ങൾ തമ്മിൽ നല്ല ടൈംസിലായിരുന്നല്ലോ. അതെ, എങ്ങനെയായിരുന്നു ആ വിവാഹം നടന്നത്? സത്യത്തിൽ ഞാൻ കൂടി ഇനിഷ്യേറ്റീവ് എടുത്തിട്ടാണ് ആ വിവാഹം നടന്നതെന്ന് വേണമെങ്കിൽ പറയാം. ആരാധികയായിട്ടാണ് രാഗിണി ഹരിയുടെ ജീവിതത്തിലേക്ക് കയറി വന്നത്. ആരാധന പിന്നീട് മറ്റൊരു തരം ബന്ധമായി. മറ്റു പെൺകുട്ടികളുമായി അടുപ്പമുണ്ടെന്ന് അറിഞ്ഞിട്ടും അവന്റെ ഭാര്യയാകാൻ വേണ്ടി ആ പെൺകുട്ടി വീട്ടുകാരുമായി ശരിക്കും പൊരുതിയിട്ടുണ്ട്. എനിക്കറിയാം. എന്നിട്ട് പിന്നീട് അത് പ്രശ്നമായി മാറിയല്ലോ. അത് പിന്നെ മാറാതിരിക്കുമോ? ഭാര്യ കഴിയുമ്പോഴല്ലേ പെൺപിള്ളേർ പോലും എന്താ ഭാര്യയുടെ സ്വഭാവം എന്നറിയുന്നത്. ഒടുവിലൊടുവിൽ ഫോണിലൂടെ ഒരു പെണ്ണിന്റെ ശബ്ദം കേട്ടാൽ പോലും അവര് തെറി പറയുമായിരുന്നു എന്നാണല്ലോ കേൾക്കുന്നത്. കുറെയൊക്കെ ശരിയാണ്. മുറിമുറിപ്പിൽ തുടങ്ങി പൊട്ടിത്തെറിൽ അവസാനിച്ച ഒരുതരം റിലേഷൻഷിപ്പ് ആയിരുന്നു അത്. ആദ്യമൊക്കെ അവർ തമ്മിലുള്ള വഴക്കിന്റെ ഡീറ്റെയിൽസ് രാഗിണി ഇവിടെ വന്ന് എന്നോടും ഇവരോടും പറയുമായിരുന്നു. ഞങ്ങൾക്ക് അതിൽ പലപ്പോഴും ഇടപെടേണ്ടിയും വന്നിട്ടുണ്ട്. പിന്നെ നിർത്തി. കഴിഞ്ഞ 1.5 കൊല്ലമായിട്ട് നിങ്ങൾ തമ്മിൽ അത്ര നല്ല റിലേഷൻഷിപ്പ് അല്ലായിരുന്നു എന്ന് കേട്ടല്ലോ. കേട്ടത് നേരാണ്. എന്താ തെറ്റാൻ കാരണം? കാരണം തുളസി എന്നൊരു സിനിമയെ പറ്റി കേട്ടിട്ടുണ്ടോ? പിന്നെ ഈയിടെ ഇതാ പിടി എന്ന് പറഞ്ഞ് കയറി വന്നൊരു സ്റ്റാറല്ലേ, ഏതൊരു നടന്റെ പേരുമായിട്ട് ബന്ധപ്പെട്ട് ഗോസിപ്പ് ഓളങ്ങളിൽ കിടന്ന് വിലസുന്ന പെണ്ണ്. അത് തന്നെ. അവളെ കണ്ടെത്തുന്നതും ഫിലിമിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും സ്റ്റാർ ആക്കുന്നതും എല്ലാം ഹരിയാണ്. വളരെ പൂർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പെൺകുട്ടിയായിരുന്നു തുളസി. പത്രക്കാർ അവളെയും ഹരീഷിനെയും കണക്ട് ചെയ്ത് അതുകൊണ്ട് വരാൻ തുടങ്ങിയപ്പോൾ രാഗിണിക്ക് അതൊരു പ്രശ്നമായി. ഇവിടെ വരിക, ഇവളുടെ അടുത്ത് അതിനെപ്പറ്റി സംസാരിക്കുക, കരയുക, ഇതൊക്കെയാണ് പതിവായിരുന്നു. ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചു വിടും. ഒരു ദിവസം തീരെ നനച്ചിരിക്കാതെ രാഗിണി ഇവിടെ കയറി വന്നു. അവൾ ആകെ ക്ഷോഭിച്ചിരുന്നു. കുട്ടി ഇപ്പൊ ആരാ ഫോണിൽ വിളിച്ച് പറഞ്ഞത്? ആരാണെന്ന് പറഞ്ഞില്ല. ഒരു അനോണിമസ് കാളിന്റെ പേരിൽ. അനോണിമസോ ജെനുവിനോ എന്നുള്ളതല്ല, എനിക്കത് നേരാണോ എന്ന് അറിയണം. അവളുടെ വീട് അറിയായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വരില്ലായിരുന്നു, നേരെ പോയേനെ. എന്താ പറയുക? രാഗിണി ഒരു കാര്യം ചെയ്യും, ഇവിടെ ഇരിക്കൂ. ഞാൻ പോയി ഹരി അവിടെ ഉണ്ടോ നോക്കിട്ട് വരാം. അതുപോരാ, നിങ്ങൾ ഫ്രണ്ട്സ് ആണ്. എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടിട്ട് ഉണ്ടെങ്കിലും ഇല്ലെന്നേ പറയൂ. ആരെങ്കിലും അറിഞ്ഞാൽ മോശമാവില്ലേ രാഗിണി? അതുകൊണ്ട് തന്നെയാണ് മറ്റാരോടെങ്കിലും ചോദിച്ചു വഷളാക്കാതെ നേരെ ഇങ്ങോട്ട് പോകുന്നത്. നിങ്ങൾ എന്റെ ഒപ്പം വന്ന് അവളുടെ വീട് കാണിച്ചു തരുന്നുണ്ടോ? ഇല്ലെങ്കിലും ഞാൻ പോകും. ഈ പറഞ്ഞ പോലെ വേറെ ആരെങ്കിലും വിളിച്ച് കാര്യം പറയേണ്ടി വരും. അതേതായാലും വേണ്ട, നിങ്ങൾ എന്നെ ഒപ്പം പോകൂ. നിൽക്കൂ, ഞാൻ വരാം. സാറിന് ഇങ്ങോട്ട് കയറി വരാം. എവിടേക്കെങ്കിലും വിളിച്ചോണ്ട് പോകാൻ കാറുമായി കാത്തു നിൽക്കുന്നെങ്കിൽ ഇനി വഴിക്കേണ്ട. എനിക്കിതൊന്ന് നേരിട്ട് കണ്ടാൽ മാത്രം മതിയായിരുന്നു. സ്റ്റാർ ആവാൻ നിൽക്കുന്നു. ഇതുപോലെ 4 ഡയറക്ടർമാരുണ്ടെങ്കിൽ ഏത് തേവിടിശിക്ക് സ്റ്റാർ ആവാം. ചുമ്മാ അല്ല പത്രക്കാരൻ നിന്നെ പറ്റി പറയുന്നത്. അതിന് കൂട്ടു നിൽക്കാൻ ഒരു തള്ളേ വേണ്ടാത്ത പറയരുത്. അമ്മേന്ന് മിണ്ടായി നിൽക്കുന്നുണ്ടോ? എന്താണ് പറഞ്ഞത്? ആവശ്യമില്ല സീൻ ഉണ്ടാക്കാതെ. ആവശ്യമില്ലാതെയോ? ഇതിന് ഞാൻ മിണ്ടില്ലെങ്കിൽ പിന്നെ ഏതായി ആവശ്യമുള്ളത്? ആ കുട്ടി എന്റെ പടത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ്. എനിക്ക് അവളോട് പലതും ഡിസ്കസ് ചെയ്യാനുണ്ടാവും. ആയിക്കോളൂ, പക്ഷേ പട്ടപ്പകൽ 4 പേര് അറിയ തന്നെ വേണം നിങ്ങളുടെ ഡിസ്കഷൻ. ഇവൾമാർക്കോ നാണോ മാനോ ഇല്ല. എന്തിനു തയ്യാറായി ഇറങ്ങിയിരിക്കുക? നിങ്ങൾ 4 പേര് അറിയുമെന്ന് പോലും ഒന്ന് ഓർക്കാതെ. സാറിന്റെ മാനിപ്പുലേഷൻസ് ആയിരിക്കും മൊത്തത്തിൽ, അല്ലേ? ഉപദേശിച്ച് കുടുംബം കലക്കാനുള്ള അറ്റംപ്റ്റ് ആയിരുന്നു എന്ന് ഇപ്പഴാ അവിടെ കിട്ടിയത്. എനിക്ക് നിങ്ങളുടെ കുടുംബം കലക്കിയിട്ട് ഒന്നും കിട്ടാനില്ല. ഉണ്ടാവണമല്ലോ. ഭർത്താവിന് അങ്ങനെ ആവാമെങ്കിൽ എനിക്ക് ഇങ്ങനെയും ആവാം എന്നൊരു ഭാര്യയ്ക്ക് തോന്നാൻ വളരെ എളുപ്പമാണല്ലോ. ഹരി, അനാവശ്യം പറയരുത്. മിണ്ടരുതാ പട്ടി. നിന്നെ എനിക്ക് മനസ്സിലായില്ലെന്ന് കരുതിയോ? എന്നെ അങ്ങ് മറ്റേ ലിസ്റ്റിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ഇവളുടെ മുമ്പ് നിലവനാവാമല്ലോ. ഒരു ഫിലിം മേക്കർക്ക് അയാളുടെ തൊഴിലുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേരെ മീറ്റ് ചെയ്യേണ്ടി വരും. അതിലാണും പെണ്ണും ഉണ്ടാവും. അതിന്റെ എല്ലാം പിന്നാലെ മാസം വന്നിട്ട് വീട്ടിലെ സൗകര്യം കിട്ടാൻ ശ്രമിച്ചാലുണ്ടല്ലോ, അടിച്ചിനെ കഴുത്തിയാൻ തിരിച്ചളെ. നീ അത് പോയിക്കോളൂ. പിന്നീട് ഞാനും ഹരിയും തമ്മിൽ മിണ്ടിയിട്ടില്ല. ആ പെണ്ണ് ആദ്യത്തെ പടത്തോടെ സ്റ്റാറായി. ഹരി വാശിക്കെടുത്ത അടുത്ത പടത്തോടെ സൂപ്പർ സ്റ്റാറും. പക്ഷെ പിന്നീട് അവർ തമ്മിൽ തെറ്റി. ഞാനൊരു സ്ത്രീയെ സംശയിക്കുന്നുണ്ട്. പക്ഷെ അത് രാഗിണിയാണ്. രാഗിണിയെ പോലെ ഒരു പെൺകുട്ടിക്ക് ഒറ്റയ്ക്ക് ഹരീഷിനെ പോലൊരു പുരുഷനെ അങ്ങനെ കൊലപ്പെടുത്താൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സഹായത്തിന് ഒപ്പം ആരെങ്കിലും ഒരാൾ കൂടി വേണം. ഒന്നുകിൽ വേറൊരു സ്ത്രീയോ, അതല്ലെങ്കിൽ അതിനേക്കാൾ പ്രോബബിൾ ആയിട്ട് വേറൊരു പുരുഷനോ.
രാഗിണിക്ക് ഈ മർഡറിൽ പങ്കുണ്ടെന്ന് തെളിഞ്ഞാൽ രാഗിണിയുമായി ഏറ്റവും അടുത്ത് സഹകരിച്ചിട്ടുള്ള ഫാമിലി എന്ന നിലയ്ക്ക് എനിക്ക് നിങ്ങളുടെ ഈ ഫാമിലിയെയും, എന്തിനാ വളച്ചിരിച്ച് പറയുന്നത്, നിങ്ങളെ തന്നെയും സംശയിക്കേണ്ടി വരും. வணக்கம் சார். மேனேஜர் வெளியில போயிருக்கு. டேட் விஷயம் ஏதாவது சொல்லணும்னா அவர் வந்தா தான் தெரியும். തുളസി ഇല്ലേ? இருக்கு. എങ്ക ഇருக்கு? உள்ள இருக்கு. மேக்கப் போட்டுட்டே இருக்கு. നിങ്ങൾ മലയാളികളല്ലേ? ஆமா. പിന്നെന്താ മലയാളം പറയാത്തത്? ഫീൽഡിൽ പഴകുന്നവർ അധികവും തമിഴന്മാരും തെലുങ്കന്മാരും ഒക്കെ ആയതുകൊണ്ട് എപ്പോഴും തമിഴ് താൻ വരും. തുളസി എനിക്കൊന്ന് കാണണമല്ലോ. இப்ப முடியாது சார். அந்த செட்டில டைரக்டர் கூட வெயிட் பண்ணிட்டு இരിക്കുന്നു. சீக்கிரமா மேக்கப் போட்டு அங்க செல்லாൻ തുടങ്ങ അവള്. ഇന്നലെ വരുമ്പോ വെളുപ്പിന് 2 മണി. ഡേറ്റ് വിഷയന്നാ ഈ വർഷം ഡേറ്റേ കിടയാതെ. ഇത് ഡേറ്റ് വിഷയമൊന്നുമല്ല. ഞാനിവരെ ഒരു കൊലക്കേസുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ ചെയ്യാമെന്ന പോലീസ് ഓഫീസറാണ്. വിളിക്കാവരെ ഇങ്ങോട്ട്. ഹരികൃഷ്ണ സാറിന്റെ? അത് തന്നെ സാർ. ഇപ്പൊ അവളെ വിളിച്ച് ചോദ്യം ചെയ്താ അവളുടെ മൂടേ പോയിടും. ഷൂട്ടിംഗും ക്യാൻസൽ ആയി. സായങ്കാലം വന്ന നിമ്മതിയാ. സായങ്കാലം വെറുതെ വൈകുന്നേരം വരാനൊന്നും നേരമില്ല. നിങ്ങളെ കുട്ടിയെ കൊണ്ട് വിളിക്കേ. മേക്കപ്പിൽ ഇരിക്കുകയാണ്. സാരമില്ല. ഇരിക്കൂ. വേറെ ആരും ഇവിടെ നിൽക്കണമെന്നില്ല. സാർ, ഞാൻ ഒന്നും അറിഞ്ഞതല്ല സാർ. പത്രക്കാർ വെറുതെ അതും ഇതുമൊക്കെ എഴുതി വിടുന്നതല്ലാതെ ഞാൻ ഇക്കാര്യത്തിൽ തീർത്തും ഇന്നസെന്റ് ആണ് സാർ. നിങ്ങൾ ഈയിടെ ഏതൊരുത്തനെ കാശ് കൊടുത്ത് പറഞ്ഞു കേട്ടോ ഹരികൃഷ്ണന്റെ സെറ്റിൽ പോയി അലമ്പുണ്ടാക്കാൻ? ഫോണിൽ വിളിച്ച് അയാളുടെ ഭാര്യയെ ഭീഷണിപ്പെടുത്തിയെന്ന് കേട്ട നേരാണോ? ഭീഷണിപ്പെടുത്തി? ഒന്നുകിൽ നിങ്ങൾ അല്ലെങ്കിൽ അയാൾ, രണ്ടുപേരിൽ ആരെങ്കിലും ഒരാളെ അടുത്ത കൊല്ലം ഫീൽഡിൽ ഉണ്ടാവുള്ളൂ എന്നേതെങ്കിലും സെറ്റിൽ ഇരുന്ന് പറഞ്ഞായിരുന്നോ? ഹരികൃഷ്ണൻ കൊല്ലപ്പെട്ട വിവരം ആരാ നിങ്ങളോട് പറഞ്ഞേ? ആരോ? അതിനേക്കാ സത്യം പറയും. ഇല്ലെങ്കിൽ ഞാൻ ഇപ്പൊ നേരെ തൂക്ക സ്റ്റേഷനിലേക്ക്. പിന്നെ ഇന്നത്തെ ഷൂട്ടിംഗ് അവിടെ ആയിരിക്കും. അയ്യോ സാർ, പ്ലീസ്, ഞാനൊന്നും അറിഞ്ഞതില്ല. ഞങ്ങൾ തമ്മില് അവസാനം നല്ല ടേംസിലല്ലായിരുന്നു. അതല്ലാതെ ഈ കേസുമായിട്ട് ദൈവസത്യമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. ഈ മർഡർ നടന്ന ദിവസം, അതായത് ജനുവരി 18-ാം തീയതി നിങ്ങളോടായിരുന്നു? ഷൂട്ടിങ്ങിലായിരുന്നു. എവിടെ? ഇവിടെ മദ്രാസിലോ? ഇവിടെ തന്നെ. 17-ാം തീയതി ഞാൻ മദ്രാസിൽ നിന്ന് വന്നത്. അന്ന് ഏത് പടത്തിന്റെ ഷൂട്ടിംഗ് ആയിരുന്നു? KR മൂവീസിന്റെ പടം. സൂര്യപ്രകാശ് ഡയറക്ടർ. എന്താ പടത്തിന്റെ പേര്? ഒരുമിച്ച ദുഃഖത്തിൽ പങ്കുചേരാൻ. അന്ന് എവിടെയായിരുന്നു കളി? ബീച്ചില് ഡൂവറ്റ് എടുക്കായിരുന്നു. 6 മണിക്ക് തുടങ്ങി രാത്രി 2 മണി വരെ ഷൂട്ടിംഗ് ആയിരുന്നു. 2 മണിക്ക് വന്നു കിടന്ന് ഉറങ്ങി. പിന്നെ കാലത്ത് 9 മണിക്ക് അമ്മ വന്ന് വിളിച്ചു നിർത്തി കാര്യം പറയുമ്പോഴാ ഞാൻ ആ വിവരം അറിയുന്നത്. ഉറങ്ങാൻ പോണതിന് മുമ്പ് സ്ലീപ്പിംഗ് പിൽസ് അടിക്കുന്ന ശീലമുണ്ടോ? ഉണ്ട് സാർ. അനിലിനെ കുറച്ചു ദിവസമായി ഈ വഴിക്ക് കണ്ടിട്ട്. ഞാനിങ്ങനെ ഒരു ടെസ്റ്റ് ഉണ്ടായിരുന്നു കമ്പ്യൂട്ടർ കോഴ്സിന്റെ, അതിന്റെ പ്രിപ്പറേഷനിലായിരുന്നുകൊണ്ട് ഇടയ്ക്ക് ശില്പ വിളിച്ചിരുന്നു. ഇരിക്കൂ. ശില്പ ഉറക്കമാണെന്നാ തോന്നുന്നു. വിളിക്കാം. ഹലോ. ഫേവറേറ്റ് ഡയറക്ടർ തട്ടിപ്പോയതിന്റെ ദുഃഖാരണമായിട്ടാണോ പുള്ളിയുടെ പടങ്ങളിൽ ഒരു ഫെസ്റ്റിവൽ തന്നെ വെച്ചിരിക്കുന്നത്? അന്നത്തെ പണക്കം ഇപ്പോഴും മാറിയില്ലേ? നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം. ഞാൻ ആ ലൈബ്രറി പോയിരിക്കാം. കുട്ടി അങ്ങ് പോകുന്നേരെ. ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിയിട്ട്? അത് സാരമില്ല, വരൂന്നേ പ്ലീസ്. അതിനിപ്പോ സാറ് വരുമല്ലോ. ഏത് സാറ്? ട്യൂഷൻ സാറ്. എപ്പോ? ഇപ്പൊ വരും. കറക്റ്റ് 12 മണിക്ക് പുള്ളി എത്തും. 2-3 മിനിറ്റ് ഉണ്ടല്ലോ, നമുക്ക് അതിനു മുമ്പായിട്ട് മുങ്ങാം. അതിന് പുള്ളി ഇപ്പൊ എത്തുന്നേ. സാറിന്റെ വരവും പോക്കും നോക്കിയിട്ടാ അമ്മ മിക്കപ്പോഴും ഇവിടെ ക്ലോക്ക് കറക്റ്റ് ചെയ്യുന്നത്. നമുക്ക് വരാം. കണ്ടില്ലെങ്കിൽ സാറിന് പൊയ്ക്കോളുന്നേ. അയ്യോ, ട്യൂഷൻ, അതും മാത്സിന്റെയാ. എനിക്ക് ഒരു പിടിയില്ലാത്ത സബ്ജക്റ്റാ. കണക്കൊക്കെ ഞാൻ പറഞ്ഞുതരാം.
ഗുഡ് ആഫ്റ്റർനൂൺ സർ. ആ